വിൻടാക്സി എത്ര കണ്ടാലും കാണിച്ചാലും എനിക്ക് മതി വരില്ല. നമ്മുടെ ഓട്ടോറിക്ഷയില്ലേ, ആ ഓട്ടോറിക്ഷയ്ക്ക് തുല്യമാണ് വിൻടാക്സിയുടെ പോകുന്ന പച്ച കളർ. ഈ വിയറ്റ്നാമിൻ്റെ സൗന്ദര്യം തന്നെ. അത് എവിടെ പോയാലും, ഓച്ച്മൺ സിറ്റി പോയാലും ഹാനോയിൽ പോയാലും എവിടെ പോയാലും ഇപ്പോൾ വിൻടാക്സിയാണ്. അത് ആ വരുന്നുണ്ടോ വിൻടാക്സി. നമ്മൾ ഓട്ടോറിക്ഷ അതെങ്ങനെയാണോ അതേ സെയിമാണ് വിൻടാക്സിയുടെ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ, അതായത് വിൻടാക്സിയാണ് ഈ വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ പഞ്ചായത്ത് വണ്ടി, ആ പഞ്ചായത്ത് വണ്ടിയാണിതാ ഈ ബസ്. പഞ്ചായത്ത് വണ്ടി സെയിമാണ് ഈ ബസ്. വിൻടാക്സി പഞ്ചായത്ത് വണ്ടിയില്ലേ, ഗ്രാമവണ്ടി, അതുപോലെ ഒരു ഒറ്റ പൈസയ്ക്ക് യാത്ര ചെയ്യുന്ന ബസ്സാണിത്. അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡ്രാമാണ് ഇവിടുത്തെ, റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഗ്രാമവണ്ടി. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് വിൻടാക്സി, നമ്മുടെ നാട്ടിലോട്ട് ആൾ വരുന്നത്. അവർ ഇത് കണ്ടിട്ട്, നമ്മുടെ ബസ് കണ്ടിട്ട് നമ്മൾ ലണ്ടൻ ബസ്സാണ്, തറവാടിയാണ്, പ്രാചീനമാണ് എന്നൊന്നും അവർ കണക്കാക്കില്ല. അവർ വൃത്തിയില്ലാത്ത രാജ്യമായിട്ട് കണക്കാക്കുള്ളൂ. അവർ നമ്മുടെ നാട്ടിനെ ബസ് കണ്ടിട്ട് ഉയർന്ന നിലവാരമുള്ള രാജ്യമൊന്നും കണക്കാക്കില്ല. പൊതുവേ ഇന്ത്യക്കാർക്ക് വൃത്തി കുറവെന്നുള്ളതാണ് പൊതുവെയുള്ള മറ്റ് രാജ്യങ്ങളുള്ള ആൾക്കാർക്കുള്ള കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ പുറത്ത് യാത്ര ചെയ്യുന്നതൊക്കെ വളരെ മാറ്റമുണ്ട്. റൂമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവരതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അവർ ചെക്കൗട്ട് ചെയ്യുന്നത്. ഇതാ ഈ ബസ് ഗ്രാമവണ്ടി, ഇത് ഗ്രാമവണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത മസ്റ്റ് വിസിറ്റാണ് ഹോച്ചുവൺ സിറ്റിയിൽ സായിഗൺ സ്ക്വയർ. അതിൻ്റെ അകത്ത് ഈ കാണുന്നതൊക്കെ ടൂറിസ്റ്റാണ്, പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. ഇതൊരു ട്രെൻഡാണ്, പർച്ചേസിങ് ഒരു ട്രെൻഡാണ്. ചെറിയ ചെറിയ ഷോപ്പുകളാണ്, മൊത്തം ചെറിയ ഷോപ്പുകളാണ്. ഭയങ്കര വില കുറവാണ്. ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വരും. പ്രത്യേകിച്ച് എല്ലാം ഭയങ്കര വില കുറവാണ്. ക്രോക്ക് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ചീപ്പ് പ്രൈസാണ്. ചെരുപ്പ്, ഷൂസ്, എന്ത് സാധനം വേണമെങ്കിലും എല്ലാം ഭയങ്കര പ്രൈസ് കുറവാണ്. നമ്മൾ അതിശയിക്കുന്ന പ്രൈസിലാണ്. ഫുൾ ബ്രാൻഡഡ് ഷൂസ്, ഷോറൂം ഫുള്ള് കാണുന്ന ചീപ്പ്. ക്രോക്ക് ഇവിടെ ഭയങ്കര വില കുറവാണ്. ഒറിജിനൽ തന്നെയാണ് കേട്ടോ, ഭയങ്കര വില കുറവാണ് ക്രോക്ക്. ഇനി അറിയില്ല ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നറിയില്ല. പക്ഷേ ഒരു ക്രോക്കിൻ്റെ എല്ലാ പാക്കിങ്ങും എല്ലാ സ്റ്റിക്കറും എല്ലാം വെച്ചിട്ടാണ് വരിക. അതുപോലെ വിയറ്റ്നാം, ബാങ്കോക്ക്, നമുക്ക് ഒരു തായ്ലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ നോക്കിയാൽ 7-Eleven എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. റെഡി ടു ഫുഡ് കിട്ടും, വളരെ ചീപ്പിന് കിട്ടും. നോർമൽ പ്രൈസിന് പെപ്സി, ഫുഡ്, ഇന്ത്യൻ ഫുഡ് എല്ലാ സാധനവും അവിടെ കിട്ടും. ചെറിയ ഷോപ്പാണ്, അവിടെ ഫ്രോസൺ ആണ്. നമുക്ക് എടുത്ത് തന്നെ ഓവനിൽ വെച്ച് ചൂടാക്കി തരും. നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡിലാണ്, ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ടല്ലോ അവിടെ മദ്യം വരെ കിട്ടും. ഇതിപ്പോൾ ഒരു ഡിസ്പോസിബിൾ പെപ്സി വാങ്ങിച്ചാൽ ഒരു മഗ് ഫ്രീ ആണ്, ഒരു പെഗ് ഫ്രീയാണ്. ആ പെപ്സി വാങ്ങിച്ചാൽ അത് ഒഴിക്കാനുള്ള ഗ്ലാസ് എല്ലാം ഉണ്ട്. വാങ്ങുക, പൊട്ടിച്ചൊഴിക്കുക, അടിക്കുക. മദ്യം ഇല്ലാതെ ടൂറിസം മുന്നോട്ട് പോകില്ല. മദ്യം ടൂറിസത്തിൻ്റെ 1ാം സ്ഥാനത്താണ്. നമുക്കതില്ലെന്ന് പറയാൻ പറ്റില്ല. ബീറ് കുടിച്ചിരിക്കുന്ന വിദേശികൾ, മണിക്കൂർ കണക്കിന് ഇരിക്കുന്ന വിദേശികളാണ് മദ്യത്തിൻ്റെ മെയിൻ പൊസിഷൻ. അതില്ലാതെ ടൂറിസം മുന്നോട്ട് പോകില്ല. ഇത് 7-Eleven എന്ന് പറയുന്നത് ഈ ഏഷ്യൻ കൺട്രിയിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, അവർക്കതൊരു വികാരമാണ്. അവിടെ കയറി എന്തെങ്കിലും സാധനം വാങ്ങുക, ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാ ഫുഡ് കിട്ടും, അവരുടെ നാട്ടിലെ ഫുഡ് കിട്ടും, നമ്മുടെ ഇന്ത്യൻ ഫുഡ് കിട്ടും, സോസേജ് കിട്ടും, അങ്ങനെ എല്ലാം റെഡി ടു ഫുഡ്. പിന്നെ നമ്മൾ ഈ കോൾഡ് കോഫി ചെറിയ ഷോപ്പുകളായിരിക്കും, വലിയ ഷോപ്പുണ്ട്, ചെറിയ ഷോപ്പുകളായിരിക്കും. ഓരോ 2 കിലോമീറ്ററിനിടയിലും ഒരു ഷോപ്പ് ഉണ്ടാവും. 7-Eleven കഴിഞ്ഞാൽ കോച്ചിങ് ഡോങ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റുണ്ട്, മസ്റ്റ് വിസിറ്റാണ്. വിയറ്റ്നാമിൽ ആദ്യത്തെ 5ൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബോഡി കാണുന്നത്. പോക്കോക്ക് മാർക്കറ്റ് എന്താണ് പേര് അതിന് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം കാണിച്ചു തരാം. കാറ്റ് കഫേ.
പൂച്ചകളുടെ ഒരു കഫേ, പൂച്ചകൾ കൊണ്ടുള്ളൊരു കഫേ. അവിടെ ആൾക്കാർ പൂച്ചകൾക്കായിട്ടല്ല, പൂച്ചകളുടെ ഒരു കഫേ. അവിടെ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുക, ടൂറിസ്റ്റുകൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുക, മൈൻഡ് റിലീസാകുക. ഇതാണ് ടൂറിസം. പുതിയത് കൊണ്ടുവരിക, വരുന്ന ആൾക്കാരെ അതിശയിപ്പിക്കുക. ഒരിക്കൽ വിയറ്റ്നാമിൽ വന്നിട്ട് പോകുന്ന ആൾ വീണ്ടും 6 മാസം കഴിഞ്ഞ് വരാൻ തോന്നുക. ആ വരുമ്പോഴത്തേക്ക് വീണ്ടും പുതിയ കാര്യങ്ങൾ അവരവിടെ റിസപ്ഷനൊക്കെ ഫുൾ സെറ്റാണ്, അടിപൊളിയാണ്. അത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അങ്ങാറ്റാണ്. നമ്മൾ 3 ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അകത്ത് കയറാൻ വേണ്ടി എൻട്രി ടിക്കറ്റോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള ലോക്കർ തരും. പിന്നെ നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പൊക്കെ ലോക്കറിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. പ്രൊഫഷണലിസം. അവിടുത്തെ ഇന്റീരിയർ ഡെക്കറേഷൻ ഫുൾ. അവിടുന്ന് സ്റ്റെയർ കയറി മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റുള്ളൂ. സ്റ്റെയർ കയറി മേളിൽ പോയിട്ട് വിയറ്റ്നാമിലെ എംപ്ലോയ് വെച്ച് സ്ലൈഡിങ് ഡോർ എടുത്ത് സെൻട്രലൈസ് ചെയ്യണം. എന്നെ അതിശയിച്ചു പോയി എൻ്റെ ഇന്റീരിയർ ഡെക്കറേഷനും അവിടുത്തെ വൃത്തിയും. ഇത് കണ്ട് അതിശയിച്ചു പോയി. പൂച്ചകളുടെ കഫേയല്ല, പൂച്ച കഫേയിൽ മനുഷ്യന്മാർ സമയം സ്പെൻഡ് ചെയ്യാൻ പോവുക. അവിടെ സ്റ്റാഫുകൾ എത്ര ഈ വക സ്ഥലങ്ങളെ സ്റ്റാഫുകളുടെ പെരുമാറ്റം. അവർ സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് നല്ല സാലറി കിട്ടും, നല്ല ജീവ നിലവാരമുണ്ട് അവർക്ക്. അവരത് വരുന്ന ആൾക്കാർ അതുപോലെ കൈകാര്യം ചെയ്യും. ഈ സ്റ്റാഫുകൾ വളരെ നെട്ടിക്കും. അവരെ പെരുമാറ്റം നെട്ടിപ്പോവും. അതിൻ്റെ ഉള്ളിൽ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. പൂച്ചകൾക്ക് വേണ്ടിയുള്ള ഈ 2 പിള്ളേർ, ഞാൻ അത് പറയാം കേട്ടോ, ഒരു 10 മിനിറ്റ് ആവട്ടെ. ഈ പൂച്ചകളുടെ 3 ഫ്ലോറിലിടണം. ഗ്രൗണ്ട് ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ആൾക്കാർ വന്നിരുന്ന് അവർ പൂച്ചകൾ മൈൻഡ് റിലീസാക്കുന്ന ടൂറിസം എന്ന് പറയുന്ന ഇതാണ്. മറ്റതും ഉണ്ടാവും, ബിൽഡിങ്ങും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ടൂറിസം എന്ന് പറയുന്നത് 4, 5 ദിവസം, 6 ദിവസം കുറച്ച് അവർ വെറൈറ്റികൾ കൂടെ അവർ മൈൻഡ് സെറ്റാക്കുക, വെറൈറ്റി സ്ഥലങ്ങളിൽ നിൽക്കുക. ഈ ടൂറിസം വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും എന്തും ചെയ്ത് പൈസ ഉണ്ടാക്കാം. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്ത് പരിപാടി ചെയ്തും വലിയ റവന്യൂ ഉണ്ടാക്കാം ആൾക്കാർക്ക്. ഒരുപാട് പേർക്ക് ജോലി. ടൂറിസത്തിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല ടൂറിസത്തിലുള്ളത്. ഗവൺമെൻറ് ബിൽഡിങ്ങുകൾക്ക് ഒരിടത്ത് ഒരു രാജ്യങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നില്ല, അതൊക്കെ ഫ്രീ ആണ്. ഇതുപോലത്തെ സ്ഥലങ്ങളാണ് പൈസ വന്ന് മറിയുക. ഇവിടെയാണ് പൈസകൾ വന്ന് മറിയുന്ന സ്ഥലങ്ങളാണ്. ഇത് നടത്തുന്നവരൊക്കെ വെൽ ക്ലാസ് ആൾക്കാരാണ്. സ്റ്റാഫുകളൊക്കെ 70 Pro Max ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും 70 Pro Max ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവ നിലവാരം മാറും. ആ ഫോൺ കൈവച്ചേക്കുന്ന ആളുടെ ജീവ നിലവാരം മാറുക തന്നെ ചെയ്യും. അവരൊരു സൈറം കുട്ടിയുടെ ടൈമായി ഒരു സൈറം വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഓടി കൂടെ വയ്ക്കുന്നു. എവിടത്തൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? അതോ എവിടത്തൊക്കെ ഇറങ്ങി ഇത് വന്നിട്ട് പാവം കേട്ടോ ആ കുട്ടി. ഇത് ഈ കരയണം ചെയ്യുന്നവരാവോ? ആ കൊച്ചു കരച്ചിലാണ്. ഇന്ന് ഞാൻ കൊച്ചിൻ്റെ വളം പൊട്ടിപ്പോയി. അതിൻ്റെ സങ്കടത്തിലാണ്. ആശാനെ കിടത്തിരിക്കുക. കാണുന്നവരെ എങ്ങനെ കിടത്തിരിക്കുക. ഇത് മോസ്റ്റ് വിസിറ്റ് ആട്ടോ. ഇത് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇത് ടൂറിസ്റ്റാണ്. ഇത് കാണാൻ വന്നതാണ്. ഇവർ ഇത്ര ഹാപ്പി എന്ന് പറയുമോ? ഇവർക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, നല്ല ജീവ നിലവാരമാണ്. അവരത് ഹാപ്പി ആയിട്ടാണ് അവരെ ലൈഫ് കൊണ്ടുപോകുന്നത്. ജീവ നിലവാരം അതിശക്തമാണ്. നമ്മളിവിടെ ഇതേപോലെ ഒരു ഒരു കാറ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ അവിടെ എന്തായിരിക്കും നിങ്ങൾ കാണുക? അവിടെ അവസ്ഥ ചിന്തിക്കാൻ തന്നെ വയ്യ. ഇത് ഫോർണൈസാണ്. ഇത് നമ്മുടെ സായിപ്പ് ഭാര്യ. പിന്നെ
ഇവരുടെ പെരുമാറ്റമൊക്കെ ഒരു പൂച്ച ലുക്കാണ്. ഇതൊരു ഒറ്റ ഫ്ലോറാണ് കേട്ടോ, ഒരൊറ്റ ഫ്ലോറാണ്. ഇതിൻ്റെ മേളിൽ അടുത്തതുണ്ട്. നേരെ അടുത്ത ഫ്ലോറിലോട്ട് പോവാം. ഇത് ഫസ്റ്റ് ഫ്ലോറ്. ഇനി പൂച്ചകൾക്കായിട്ടുള്ള സെക്കൻഡ് ഫ്ലോർ. വൃത്തിയും പ്രൊഫഷണലിസവും ആൾക്കാർ ആ ഒരു കഫേയിൽ വരുന്നതിൻ്റെ എല്ലാ നീറ്റ്നെസ്സും പൂച്ചകളെ വളർത്തുന്ന സ്ഥലമാണ്. ഈസിയാണ്, ഫുള്ള ഒരു ടീമാണ്. ഫുള്ള് ടീമാണ്. ഓപ്പണൊക്കെയാണ്. ഇത് നമ്മൾ വിദേശിയ, ഇത് നമ്മൾ സായിപ്പ് പറഞ്ഞ് മിച്ചറൊക്കെ കണ്ടിട്ട് പൂച്ചയൊക്കെ നമ്മൾ തീർക്കത്തില്ല. എൻ്റെ ഭാര്യ ഇവിടെ ജോലി കയറുന്നതെന്ന് പറഞ്ഞ അതെ. ഈ പൂച്ച കണ്ട ഒരു പരിചയമില്ലാത്ത ആൾക്കെടുത്ത. എൻ്റെ മോൾ ഇവിടെ ജോലിക്കെടുത്ത ഇവിടെ കയറാം. നമ്മൾ പൂച്ച അങ്ങറ്റം പൂച്ച ലവറ. ഇതൊരു മായാ ലോക. പൂച്ചപ്രേമികൾക്ക് ഇതിൽ കൂടുതൽ സന്തോഷം കിട്ടുന്ന മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല. ഇതൊരു അത്ഭുത ലോകം. പൂച്ചകൾക്ക് പേരുണ്ട്. ഇവിടുത്തെ എല്ലാ പൂച്ചകളുടെ പേരും ഇതിലുണ്ട്. ഇതൊരു എന്താ പറയുക, എല്ലാ പൂച്ചകളുടെ പേരുണ്ട്. ഇതൊക്കെ അതിശയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ കാണണം. ഇതിൻ്റെ ഇൻറ്റീരിയറും വൃത്തി, നീറ്റ്നെസ്, ഒരു കഫേ കാണേണ്ട കാഴ്ച. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ട കാര്യങ്ങളാണ് നിർബന്ധമായിട്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. മറ്റേ കുറച്ച് കാണും, അവിടുത്തെ മെയിൻ വീഡിയോസ് ഇടും. ശരിക്കും താല്പര്യം ഇതുപോലത്തെ നമ്മുടെ നാട്ടിൽ വരേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ വാച്ച്മാൻ സിറ്റിയിലെ പ്രതിമ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യാം. ഇവിടുത്തെ ഇൻറ്റീരിയൽ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ വീഡിയോ ആണ്. ചവറ് പോലെ ഞാൻ വീഡിയോ വാരിയിടുക. ഹായ് 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 എല്ലാവരും എന്താ പോട്ടടാ, എന്താ പോട്ടോ പോണേ പോണോ എവിടെ എന്നാ പോണോ? അയ്യോ ഉറക്കുന്നത്. ഇവനെ കൊണ്ടുപോരുന്നല്ലേ ഏട്ടാ? ശിവ പാവം അൽഫു. എടാ 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 അയ്യോ, അവര് പച്ച പാവം ഭയങ്കര കേട്ടോ. ഇത്രയും ഒരു മൈൻഡ് ഇത്രയും റിലീസാവുന്ന ഒരു സ്ഥലം, ഇത്രയും സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. ഇതൊക്കെ അത്ഭുതങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അത്ഭുതങ്ങൾ. നമ്മുടെ വലിയ കോട്ടകൾ കെട്ടിയുള്ള അത്ഭുതങ്ങളല്ല. ഇതൊക്കെയാണ് ഇനി ടൂറിസത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അത്ഭുതങ്ങൾ എന്ന് പറയും. ഇൻസ്റ്റാഗ്രാമാണ് ഇതിനെയൊക്കെ വളർത്തുന്നത്. അതിൽ വരുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര തന്നെ കേട്ടോ. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് പോവാനും തോന്നില്ല. ഞാൻ ഇവിടെ വന്നൊരു 2-3 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു.
എനിക്കിവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ഭയങ്കര കേട്ടോ. പോയാലോ? അത് എൻ്റെ വൈഫിനോട് ഈ പൂച്ചയുടെ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞ ഇവർ രണ്ടും ഇവിടെ സെറ്റായിരുന്നു. അൽഫിനാണെങ്കിൽ നമ്മൾ പൂച്ച ലവറാണ്. ഇവിടെ ജോലി കിട്ടിയ അവരിവിടെ പൂച്ചയെ കളിപ്പിച്ചിരുന്നല്ല. ഹായ്, ഇതൊക്കെയാണ് ടൂറിസം. ഹായ്, ഗുഡ് നൈറ്റ്. എത്ര വൃത്തിക്കാണ് കായം കൊണ്ടെന്ന് പറയാമോ. 3 നില കേട്ടോ. താഴെ റിസപ്ഷൻ, അവിടെ നമുക്ക് റെസ്റ്റ് റൂമുണ്ട്. മേളിൽ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, ഇതെല്ലാം കണ്ടോ? ഹായ് ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ അത്ഭുത ലോകത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സമയം ഒരുപാടായി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ.